ഹായ് ഡിയേഴ്സ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ക്രിസ്മസ് ഒക്കെ അടുക്കുമ്പോൾ തന്നെ കടകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസും ഗിഫ്റ്റുകളും ഒക്കെ കടകളിലൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് കാർഡുകൾ. അന്ന് ഞങ്ങളൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കാര്യമായിട്ട് DIY ഒന്നും ചെയ്യാറില്ല, എല്ലാം വാങ്ങി കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ഒന്ന് നോക്കിയാലോ. ആദ്യം തന്നെ സ്റ്റാർ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. ഈ ഒറിഗാമി സ്റ്റാർ ഞാൻ പരീക്ഷ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അതിൻ്റെതായിട്ടുള്ള അപാകതകളൊക്കെ ഉണ്ട്, എന്നാലും വിടാൻ കൂട്ടാക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ സംഭവം. ആദ്യം പേപ്പറിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മുറുക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന തുമ്പുകളൊക്കെ ഇങ്ങനെ ഒരു പഞ്ചഭുജത്തിൻ്റെ ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഡയറക്ഷൻ അനുസരിച്ച് ഒന്ന് ചുറ്റി ചുറ്റി എടുക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് അമുക്കി എടുക്കുമ്പോൾ കാര്യം റെഡിയാണ്. പക്ഷേ ഈ അമുക്കലിൽ പാളിപ്പോവും. ഇപ്പോൾ ഞാൻ കുറേ തവണ ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനെയെങ്കിലും തിരക്കില്ലാതെ കിട്ടിയത്. ഇതുപോലെ തന്നെ കളർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ A4 നമുക്ക് കളറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ സ്റ്റാറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. A4 കളർ അടിച്ചത് വേറെയും കാര്യം ഉണ്ടായിട്ട് തന്നെയാണ്. നമുക്ക് 2 കുട്ടി ഗിഫ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 2 പാസ്റ്റൽ കളർ അടിച്ചിട്ട് അതെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ആ 2 സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ആ മടക്കിനെ നമ്മൾ അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഏതാണ്ട് ഒരു മിനി ബിഗ് ഷോപ്പറിന്റെ ഷേപ്പിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം, ഒരു ക്യാൻഡിയുടെ കവറൊക്കെ പോലെ തോന്നാൻ വേണ്ടിയിട്ട്. പറഞ്ഞു വരുമ്പം ഒരു പേപ്പർ ക്യാൻഡി ഗിഫ്റ്റായി. ഇനി നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മിഠായി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കാം. സംഭവം റെഡിയാണ്. അതുപോലെ വേറൊരെണ്ണം കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഇതിനൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് 2 ബോയും കൂടെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. അടുത്ത ഗിഫ്റ്റും വളരെ സിമ്പിളാണ്, അതുപോലെ ചെറുതുമാണ്. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ചാർട്ട് പേപ്പർ എടുക്കുക. എൻ്റെ കയ്യിൽ പിന്നെ വെള്ള ചാർട്ട് പേപ്പർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ ഒരു മെറ്റാലിക് കളറൊക്കെ കൊടുത്ത് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി അത് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ അരികൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കാം. ഈ കോണോട് കോൺ ഒന്ന് മടക്കി തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മടക്കി എടുക്കുക. പിന്നെ അതിൻ്റെ എഡ്ജ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നേരെ തിരിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ ബാസ്ക്കറ്റിന്റെ ഷേപ്പിൽ കിട്ടും. അതിന്റെ ഫ്രണ്ട് വശം ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. അടിഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഇനി അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റൊക്കെ വെച്ച് കൊടുക്കാം. ഇവിടെയും മുട്ടായി തന്നെ, പിന്നെ ഒരു മോതിരം കൂടി ഇരിക്കട്ടെ. ഇനി കുറച്ച് സ്റ്റാറും കൂടി ഇട്ട് കൊടുക്കാം. ഫിൽ ചെയ്തു. ഇനി നമുക്ക് അവിടെ ഒരു സ്റ്റിക്കർ വെച്ച് കൊടുക്കണം. അതിന് മുമ്പ് പശ തേച്ച് മറ്റേ സൈഡിനെ കൊണ്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 3D ക്രിസ്മസ് സ്റ്റിക്കർ എടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഗിഫ്റ്റ്. വലിയ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സൈസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ മഞ്ചിൻ്റെ അളവിന് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചാർട്ട് പേപ്പർ വേണമെന്നില്ല, A4 ഷീറ്റ് ആയാലും മതി. ഇനി അടിവശത്ത് നമുക്ക് പശ തേച്ചിട്ട് ആ ഭാഗം ഒന്ന് ഒട്ടിച്ച് ക്ലിയർ ആക്കി കൊടുക്കാം. ഇനി സൈഡിലും പശ തേച്ച് അവിടെയും ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ഇനി എന്താ, ഫ്രണ്ട് പോർഷനിൽ നമുക്ക് സ്നോമാനെ വരച്ചു കൊടുക്കാം. ഇനി നേരത്തെ അളന്ന് വെച്ച മഞ്ചെടുത്ത് അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ സിംഗിൾ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ സൈസ് കറക്റ്റ് ആക്കാൻ വേണ്ടി 2 മഞ്ച് വെച്ചേ ഉള്ളൂ. ഇനി അതൊന്ന് ഒട്ടിച്ചും കൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ മേരി ക്രിസ്മസ് ഒക്കെ എഴുതി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തും കൂടെ കൊടുക്കാം. ഇനി സ്നോമാന് ഒരു ചുവന്ന റിബണും കൂടെ കെട്ടിക്കൊടുത്താൽ സംഗതി അവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് ഒരു മിനി ഹാമ്പർ ഉണ്ടാക്കാം. പേപ്പർ ഗ്ലാസിൻ്റെ മുകളിലെ ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി ആ ഗ്ലാസിൻ്റെ മുകൾ വശം ഒന്ന് പതുക്കിയെടുക്കാം. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് കട്ട് ചെയ്ത സംഭവം ആ റൗണ്ട് ഒന്ന് മാറിക്കിട്ടാൻ ഒന്ന് കട്ട് ചെയ്യാം. ഈ ഹാമ്പറൊക്കെ ഫില്ല് ചെയ്യാൻ സ്റ്റാർ തന്നെ ബെസ്റ്റ്. എൻ്റെ കയ്യിൽ മിഠായിയൊക്കെ തീർന്നു. സോ ഒരു മിഠായിയും പിന്നെ ഒരു ബ്രേസ്ലെറ്റും പിന്നെ ഒരു ക്ലിപ്പും കൂടെ വെച്ച് ഹാമ്പർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ലവ് ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്ത് അത്യാവശ്യം ഡിസൈനൊക്കെ കൊടുത്ത് മെരി ക്രിസ്മസ് ഒക്കെ എഴുതി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ആ ഹാമ്പറിൻ്റെ 2 വശത്തും തൂക്കി പിടിക്കാനായിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സംഭവം കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ മിനി ഹാമ്പർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം തീരെ സിമ്പിളാണെന്ന് തോന്നിയപ്പോൾ ഒരു ബോ എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ബോ വെച്ചിട്ടും ഒരു ഗുമ്മില്ല, അപ്പോൾ പിന്നെ ഒരു സ്റ്റാറും കൂടെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നില്ല, ഈ ഡിസൈൻ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ. അപ്പോൾ പിന്നെ 2 ബലൂൺ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തു. ഇതിപ്പം പറക്കന്തളയിലെ ബസ് ഒരുക്കിയതുപോലെ ആകെ അലങ്കോലമായെന്നാണ് തോന്നുന്നത്, എന്നാലും കുഴപ്പമില്ല അല്ലേ. അടുത്തത് ഒരു ഗിഫ്റ്റ് കാർഡാണ്, ഒരു 3D ഗിഫ്റ്റ് കാർഡ്. വളരെ സിമ്പിളാണ്. ഒരു ചാർട്ട് പേപ്പർ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഒരു വശം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകൾ വശവും താഴെ വശവും ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ പകുതിക്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. ഞാൻ ഫോൾഡ് ചെയ്തതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു സ്നോ ഗ്ലോബ് വരച്ചു കൊടുക്കാനാണ് പ്ലാൻ. പക്ഷേ ചെറിയ സൈസൊന്നും കിട്ടിയില്ല, വലിയ ടേപ്പിൻ്റെ സൈസിലാണ് ഒരു ഗ്ലോബ് വരച്ചു കൊടുത്തത്. പിന്നെ അതിൻ്റെ അടിയിലെ സ്റ്റാൻഡൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. പിന്നെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇപ്പം നമ്മുടെ ടേബിൾ കലണ്ടറൊക്കെ പോലെ 2 പോർഷനും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന തരത്തിലുള്ളൊരു കാർഡാണ്. ഇനി ആ സ്റ്റാൻഡൊക്കെ നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. പിന്നെ സ്നോ ഗ്ലോബ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്, സോ വൈറ്റ് സ്റ്റാറൊക്കെ നമുക്ക് ആ ഗ്ലോബിനകത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ റൈറ്റ് സൈഡിൽ രണ്ടാമതിരിക്കുന്ന സ്റ്റാറിൽ എന്തോ ഒരു അപാകത അല്ലേ. ഞാൻ ഉണ്ടാക്കി പഠിച്ചതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. നമ്മളിവിടെ ഒരു ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ മേരി ക്രിസ്മസ് കൂടെ എഴുതി കൊടുത്തു. അപ്പോൾ അതോടെ നമ്മുടെ 5 ഗിഫ്റ്റുകളും റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, അറിഞ്ഞിരിക്കാമല്ലോ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കില്ലേ.